വിശ്വവേദിയിൽ ഇംഗ്ലണ്ടിനെതിരെ കോങ്കോ പന്ത് തട്ടുമ്പോൾ അവർക്ക് പിന്തുണയുമായി ഒരു ജീവിക്കുന്ന പ്രതിമയുണ്ടാകും അറ്റ്ലാന്റ് സ്റ്റേഡിയത്തിൽ. കോങ്കോയുടെ വിമോചന പോരാളി പാട്രിസ് ലുമുംബയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സൂപ്പർ ഫാൻ. കോങ്കോയുടെ ഫുട്ബോളിന്റെയും അതിജീവനത്തിന്റെയും കഥയിലേക്കാണ് ഇനി. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിന്റെ വമ്പൻ പടയോട് കോങ്കോ നേർക്കുനേർ പോരാടാനിറങ്ങുമ്പോൾ ഗ്യാലറിയിൽ ആരാധകരുടെ കണ്ണുകൾ മുഴുവൻ ഒരാളിലേക്ക് നീളും. കോങ്കോയുടെ 12-ാമൻ മിഷേൽ എൻകുക എംപലാൻഡിംഗ എന്ന ലുമുംബാവിയയിലേക്ക്. കോങ്കോയുടെ മത്സരത്തിലുടനീളം സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ തട്ടിൽ സ്യൂട്ടുമടിഞ്ഞ് വലം കൈ ഉയർത്തി കളി തീരുന്നതുവരെ മിഷേൽ ഒരു പ്രതിമ പോലെ നിൽക്കും. 1 മിനിറ്റിൽ എത്ര തവണ നമ്മൾ ശരീരം അനക്കുമെന്ന ആലോചന നിലനിൽക്കുമ്പോഴാണ് 90 മിനിറ്റും കൺചിമ്മാതെ ആരാധകൻ തന്റെ രാജ്യത്തിനായി ഒരു ശില്പമായി മാറുന്നത്. വെറുമൊരു കൗതുകത്തിന് വേണ്ടിയല്ല മിഷേൽ ഈ വേഷം കെട്ടുന്നത്. കളി തുടങ്ങി തീരുന്നത് വരെ വലം കൈ ഉയർത്തി ഒരു അച്ചടക്കമുള്ള പ്രതിമയായി മിഷേൽ മാറുന്നതിന് പിന്നിൽ ഒരു രാജ്യത്തിന്റെ കണ്ണീരിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കഥയുണ്ട്. ബെൽജിയൻ അധിനിവേശത്തിൽ നിന്ന് കോങ്കോയ്ക്ക് സ്വാതന്ത്ര്യം വാങ്ങി നൽകുകയും പിന്നീട് ക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്ത കോങ്കോയുടെ ആദ്യ പ്രധാനമന്ത്രി പാട്രിസ് ലുമുംബയുടെ ഓർമ്മ പുതുക്കലാണിത്. ലുമുംബയുടെ അതേ രൂപസാദൃശ്യമുള്ള മിഷേൽ അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ പ്രതിമയുടെ അതേ പോസിലാണ് ഗ്യാലറിയിൽ നിൽക്കുന്നത്. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിലൂടെയാണ് മിഷേൽ ലോകശ്രദ്ധ നേടിയത്. എബോള ക്വാറന്റൈൻ കാരണം ഈ ലോകകപ്പിലെ പോർച്ചുഗലിനെതിരായ ആദ്യ മത്സരം നഷ്ടമായെങ്കിലും പ്രസിഡന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മിഷേൽ വിശ്വവേദിയിൽ തിരിച്ചെത്തുകയായിരുന്നു. കഠിനമായ നിൽപ്പിനായി മാസത്തിൽ 20 ദിവസത്തോളം താൻ പ്രത്യേക ശാരീരിക പരിശീലനം നടത്താറുണ്ടെന്ന് മിഷേൽ പറയുന്നു. മൈതാനത്ത് കനത്ത ചൂടോ തണുപ്പോ എന്തായാലും മിഷേലിന് അത് പ്രശ്നമല്ല. തന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ഊർജം കളിക്കളത്തിലുള്ള കോങ്കോ താരങ്ങൾക്ക് വന്യമായ കരുത്ത് നൽകുമെന്നാണ് ഈ സൂപ്പർ ഫാൻ വിശ്വസിക്കുന്നത്. അറ്റ്ലാന്റയിൽ ഇംഗ്ലണ്ടിനെതിരെ കോങ്കോ ചരിത്ര പോരാട്ടത്തിന് ബൂട്ടണിയുമ്പോൾ ഗ്യാലറിയിൽ കോങ്കോയുടെ അഭിമാനമായി സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി ആ ജീവിക്കുന്ന പ്രതിമ കൈകളുയർത്തി വീണ്ടും നിലകൊള്ളും. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.